2024 എങ്ങനെ ഉണ്ടായിരുന്നു? അവനെനിക്ക് ഇഷ്ടമല്ല. അവന് എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് തന്നെ സത്ത് മണ്ണടിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. സോ 2024 ഠപ്പേ നടി തന്നിട്ടുമുണ്ട്, അതിൽ നിന്ന് നമ്മൾ എണീറ്റ് അർമാദിച്ചിട്ടുമുണ്ട്. നമ്മൾ എല്ലാ വർഷവും ആദ്യം പോയ വർഷത്തെ ഏറ്റവും നല്ല പാട്ടുകളുടെ ഒരു മാഷപ്പ് ഉണ്ടാക്കാറുണ്ട്. ഇപ്രാവശ്യം കുറച്ച് ഡിഫറെന്റ് ആയിട്ട് എല്ലാ ഹിറ്റ് പാട്ടുകളും വൈറൽ സോങ്സും വൈറൽ ഡയലോഗുകളും വൈറൽ സംഭവങ്ങളും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു അവിയൽ 2024. അതാണ് ഈ വീഡിയോ. സോ ലെറ്റ് us start Maggie. ഇതാണോടാ സംസ്കാരം? എടാ നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? അതിപ്പോ ബീന ടീച്ചറുടെ മോൻ എല്ലാം പഠിച്ചു, പെണ്ണുങ്ങളെ വളക്കാൻ ഒഴിച്ചു. നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി? എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ ഞാൻ തൂറി എറിയും നിന്നെ. നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ? ബെസ്റ്റ് പ്രേമല്ല, പൂമാനമേ ഒരു രാഗമേഘം താ. ഓയ് ബബുട്ടി, ഓയ് ബബുട്ടി, ഓയ് ബബുട്ടി. ആ എനിക്ക് മമ്മൂട്ടിയെ ഇഷ്ടമാണ്. ചേട്ടാ ഇന്ദു റെബേക്ക വർഗീസ് പറഞ്ഞതാ ചേട്ടാ, ഇത് ഫാഷൻ ഒന്നല്ല ചേട്ടാ, ഇതിന്റെ ചേട്ടന്മാരുടെ ഡ്രസ്സാ ചേട്ടാ. ചേട്ടാ അതല്ലേ ചേട്ടാ. എന്റെ മമ്മൂക്ക, ഈ തമിഴാള ദുരന്തത്തിൽ നിന്ന് ഞങ്ങളൊന്ന് ഓടി രക്ഷപ്പെട്ടോട്ടെ. എനിക്ക് പോകാൻ അനുവാദമില്ല. എങ്ങനെ അറിയാനാ? നിന്റെ ഒരു ഒടുക്കത്തെ ജാട. അണ്ണാ, ഇങ്ങനത്തെ പാട്ടൊക്കെ സുഷിൻ ശ്യാമിന് മാത്രമേ പറ്റൂ. ജ്ഞാപകം പോലത്തെ പാട്ടൊക്കെ വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്റെ വിനീതണ്ണ, നിങ്ങൾ ഇങ്ങനെ ഒരു ചതിയെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും സപ്നെ മേ ബി നഹി ദേഖ. सपने देखना अच्छी बात है, लेकिन सपने को लेकर के बैठे रहना ये तो सही नहीं है. എടാ കൊച്ചേർക്ക, നീ ഇങ്ങനെ കുഞ്ഞുവായിൽ വലിയ വർത്താനം പറയാതെ പോയി വല്ല ഹിന്ദി പാട്ടും കേൾക്കണം. എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാമെന്ന് കരുതിയാൽ ഒന്നുകിൽ ജീവിതം വാർദ്ധക്യം കൊണ്ടുപോകും. അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക. നീ കൂടുതലങ്ങ് ആസ്വദിക്കണ്ട. കണ്ണടച്ചോ, ആഖേ ബന്ദ് കറോ. तेरा तौबा 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 तौबा. कैसे तू गुनगुनाए मुस्कुराए छोटी मोटी बातों पे मुंह. ഇതൊക്കെ സിംഗിൾ പസംഗ് എങ്ങനെ കണ്ട് ആസ്വദിക്കും, എങ്ങനെ സഹിക്കും? ഈ വീഡിയോ കാണുന്ന നിങ്ങൾ സിംഗിൾ ആണെന്ന് എനിക്കറിയാം. ഇതിൻ്റെ അകത്ത് കപ്പിൾസിന് വേണമെങ്കിൽ ഇവിടുന്ന് ക്വിറ്റടിച്ച് പോകാം. അതെ ബ്രോ, കാരണം ഇത് സിംഗിൾസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്ന വീഡിയോ ആണ്. ഓക്കെ, A few moments later. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? അങ്ങനെ അവരും ഡബിളായി. ഇനിയിപ്പോ പ്രേമിക്കാലോ. റൊമാൻറ്റിക് വരണ്ടടാ. എന്താ ക്രമായി കാണിക്കണേ? ആരെങ്കിലും കണ്ട മാനം പോവില്ലേ? ഇത് വല്ലാത്തൊരു നോട്ടവും വല്ലാത്തൊരു ഫീലിങ്സും. കാര്യം ഭാര്യയും ഭർത്താവാ. ഞാൻ വീട്ടിലേക്ക് വരാന്ന് ഇതെന്ത് ഏപ്പടവാ? പോടാ, ചേച്ചിക്ക് നാഷണൽ അവാർഡ് കിട്ടാൻ പോകുന്ന ഐറ്റവാ. കാമപിശാചി. എന്നാ കുറച്ച് കോമഡി എടുക്കട്ടെ.
എന്ത് ചീഞ്ഞ കോമഡിയാണ് അത് താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല. നിലവാരമില്ലാത്ത കോമഡികൾ കേട്ട് പണ്ടൊക്കെ ഞാൻ ചിരിച്ചിരുന്നു. നീ എപ്പോ വന്നു? കൊല്ല വർഷം 1159 ഒരു ധനുമാസ രാത്രിയിൽ സിസിലി നഴ്സിന്റെ കയ്യും പിടിച്ച് ഒരു സർക്കാർ ആശുപത്രിയിൽ വന്നു. ഇതൊക്കെ ഫ്രഷാ, ചിരിക്കണേ. ബാബു അല്ലേ പറഞ്ഞത് പടം ഹിറ്റാണെന്ന്? പൊട്ടി. തളരെഴുത്ത് രാമൻകുട്ടി, കലാകാരന്മാരല്ലാത്തവരെ ആരും അംഗീകരിക്കില്ല, പ്രത്യേകിച്ച് ബ്ലഡി മല്ലൂസ്. ബല്ലാത്ത ജാതി തന്നെ. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നുള്ള പാട്ടികളെ. എല്ലാരും അടിച്ചു കയറി വാ. മലയാളത്തിൽ നിന്ന് കയറി അവൻ അങ്ങ് ഇന്റർനാഷണൽ ലെവലിലെത്തി. നീ സുലൈമാൻ അല്ലടാ, നീ ഹനുമാനാ. ഹനുമാൻ കൈ. ഹനുമാനേക്കാ വലുത് കൃഷ്ണനാ. ബിക്കോസ് വൃന്ദാവനം കണ്ടെത്തിയത് ഞാനാണ്. അതിനുള്ള ധനം നൽകിയത് ഞങ്ങളാണ്. അത് ഡൗൺ പേയ്മെന്റ് മാത്രമല്ല, ബാക്കി EMI മുഴുവൻ ഞങ്ങളാണ് അടച്ചത്. ഞാൻ ബർസാനയ്ക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് രാധേ. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് കൃഷ്ണ. ഓ, എന്ത് സ്നേഹം. കൗമാരപ്രായത്തിലൊന്നും ഒരു ഒറ്റ തെണ്ടികൾ പോലും എന്നെ ഒന്ന് നോക്കിയിട്ട് പോലും 10-30 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഈ തെണ്ടികളെല്ലാം വന്ന് എന്നെ പ്രേമിക്കാൻ വന്നത്. എൻ്റെ അടുത്ത് വരുന്നു, സംസാരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, ഞങ്ങൾ ഒരുപാട് നേരം സംസാരിക്കുന്നു. അവര് ഇവളെ തിരിഞ്ഞു പോലും നോക്കുന്നുണ്ട്. ഇവളവിടെ വന്നിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ശ്രദ്ധിക്കുന്നുണ്ടോ? നല്ല പൊളി പാട്ടുകളും 2024 കുറെ എണ്ണം ഉണ്ടെണ്ണ. ഞാൻ നിരപരാധിയാണല്ലോ, സത്യം തെളിയും, സത്യമേത ജഗതേ ജയഹേ ജനതേ എന്നൊക്കെ പറയുന്നു. വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയി. കർത്താവേ, ആ വൈദ്യൻ ഇതുവരെ നല്ല ജോലിയായിട്ട്. അതെ, താഴാതെ പൊങ്ങി നിന്ന പാൻ ഇന്ത്യൻ സാധനങ്ങൾ. അയ്യോ, മനസ്സിലായില്ല എങ്കിൽ മറ്റേ എടുക്കട്ടെ, കങ്കുവ. കങ്കുവയല്ല, കുണുവാവ. തൊപ്പി വെട്ടൊരു കുന്നുവാവ, അരിമുക്കൂടാമൊരു കുന്നുവാവ. എന്നാ ഞങ്ങൾ ഗോട്ട് വെച്ച് വിഷ്ണു. നിന്നെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന സീത എന്ന ഒരു സാധു പെൺകുട്ടിയെ ആ പനിനീർപ്പൂവിനെ പിച്ചിച്ചി കൊന്നു. ഇന്ത്യൻ സുമ്മാ വാ. ഞാനൊക്കെ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ, വിളിക്കുമ്പോഴത്തേക്ക് അതിനൊക്കെ ഒരു മാന്യത വേണോടാ. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. എന്തായാലും കിടിലം പടങ്ങളുടെ കാര്യത്തിൽ മലയാളമായിരുന്നു നമ്പർ 1. വലിയവർക്ക് പോലും അറിയാലോ, ഗുരുവായൂർ വെച്ചാണ് എന്റെ പെങ്ങടെ കല്യാണം. നിങ്ങൾ എല്ലാവരും വരണം. എല്ലാവരും വരണം. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഒന്നും മോശമല്ലായിരുന്നു കേട്ടോ. भाई हमारा किल देखिए. നിനക്ക് മാർക്കോ ആരാന്നറിയാടാ? ചേട്ടാ, സബ്സ്റ്റൻസ്. അയ്യോ എൻ്റെ അമ്മ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? 2024 മലയാള സിനിമയൊന്ന് പച്ച പിടിച്ചായിരുന്നു. അതുപോലെ 2025 പച്ച പിടിക്കുവോ? ബൈ ദ വേ, ഇതൊന്നും സീരിയസ് ആയിട്ട് എടുക്കരുത് കേട്ടോ. JK. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.